ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. സ്ത്രീൻ്റെ അവസ്ഥയല്ല, ഒരു പുരുഷനെ വരുന്നത്. പുരുഷന് ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിംഗ് ആണ് വരുന്നത്. കാരണം ജോലി, അതിപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിന് വരുമ്പോൾ മോനെന്തുണ്ടെന്ന് നോക്കും. അതിപ്പോൾ 20 തന്നെ ആവണമെന്നില്ല, 22 to 28 വരാം. അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ ഒരു MBA ആണ്, അല്ലെങ്കിൽ നിങ്ങൾ MC ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു MBBS ആണെങ്കിൽ പോലും MBBS MD കഴിഞ്ഞു ഇനി എവിടെ ഞാൻ അത് ഞാൻ ഒരു പേരെടുത്ത ഒരാളാവണ്ടേ. നിങ്ങൾ LLB ആണ്, പക്ഷെ ഒരു പേരെടുത്ത വക്കീലാവണ്ടേ, അല്ല വലിയ ഡിഗ്രി ഉണ്ട്. അപ്പം അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു കല്യാണം. കല്യാണത്തിന് വേണ്ടിയിട്ടല്ല, ഒരാളെ മുന്നിൽ എന്താ നിങ്ങൾക്ക് ജോലി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതാണ് അമ്മ ഇതാണെന്നല്ലോ. അവിടെ ആ ജോലി കിട്ടുന്ന പീരീഡ് വരെ, നിങ്ങളുടെ എഡ്യൂക്കേഷന് ശേഷം ജോലി കിട്ടുന്ന ഒരു പീരീഡ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ പെണ്ണ് കിട്ടുന്ന സമയം വരെ, ഞാൻ പറഞ്ഞത് നിങ്ങളെ കല്യാണം വരെ, കല്യാണത്തിനോടുള്ള ഇതല്ല, കല്യാണം വരെ, നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കല്യാണം വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത്രയും സ്ട്രഗിളിങ് അവർ മൊത്തം ലൈഫിൽ ചെയ്യുന്നില്ല. അവരൊരു സ്വാഭാവികതയിലാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ആ സ്ട്രഗിളിങ്ങിനെ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഒരാളോട് പുറത്ത് ചോദിക്കുമ്പോൾ എന്താ ജോലിയൊന്നും ആയില്ലേ എന്ന് പറയുമ്പോൾ അല്ല, വിദേശത്ത് അല്ല നിങ്ങൾ വിദേശത്ത് പോയിട്ട് എന്തേ തിരിച്ചു വന്നതല്ല, എനിക്ക് അത് ശരിയാവുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, നോക്ക് കല്യാണാലോചന വരുമ്പോൾ ചെക്കൻ എന്താ ജോലി, അല്ല അച്ഛനും അമ്മയോ വലിയ വീടുണ്ട്, വലിയ വീടൊക്കെ ഉണ്ടായിക്കോട്ടെ, പണി എന്താണെന്ന് ചോദിക്കും. അതിനൊരു ഉത്തരം പറയലാണ് ഒരു പുരുഷൻ്റെ എതിരെ ഒരു സ്ത്രീ എന്നാണ്. അപ്പോൾ പുരുഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് സിനിമ വെക്കാം. ഇപ്പോൾ ഇത് സ്ത്രീകളുടെ വരുന്നത്. ഇത് വളരെ സീരിയസ് പ്രശ്നമായി വരികയാണ്. ഒരു ചെറിയൊരു കളവാണ്, പക്ഷേ ആ കളവിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതമായി മാറുകയാണ്. പുതുമയുള്ള പ്രമേയം ഇന്നേ വരെ മലയാള സിനിമയിൽ ഇന്നേ വരെ ആരും പറയാത്ത പ്രമേയം. ഭാര്യയുടെ അമ്മയെ പ്രണയിക്കുന്നു, ഇങ്ങനെ പ്രമേയം ഇന്നേ മലയാളത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ, സിനിമ ചെയ്യുന്ന സന്തോഷിച്ച് തന്നെ ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും ക്യാമറ ഒഴിച്ചുള്ള എല്ലാ മേഖലയും ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ്. ക്യാമറ ചെയ്യാറില്ല, ബാക്കി എല്ലാ മേഖലയും എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ സബ്ജക്ട് തരണം, ഇപ്പോൾ ഒരു സബ്ജക്ട് പറഞ്ഞല്ലോ, ഒരു സിനിമയുടെ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറേ താരങ്ങൾ വേണം അല്ലേ. നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം പുതിയ ആൾക്കാരെയാണ്. അത് കണ്ടെത്താൻ പ്രയാസപ്പെടാറുണ്ട്. അതോ സന്തോഷത്തിന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ആ അവസരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്? സർ, ബി ഫ്രാങ്ക്, എൻ്റെ ആദ്യ സിനിമ കൃഷ്ണനും രാധയും എന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചില ആളുകളോട് പറഞ്ഞു, എനിക്ക് ഒന്നാമത് സിനിമ രംഗമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള ഒരു ക്യാമറമാൻ, അദ്ദേഹം പരിചയപ്പെടുത്തിയ ഒരാൾ ഇങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുതുതായിട്ടൊരു കുട്ടി വരാം, ഹലോ എനിക്ക് അഭിനയിക്കണം എന്നുണ്ട് സാർ, നിങ്ങളെ പേരെന്താ? സന്തോഷ് പണ്ഡിറ്റ്. സാർ ആരുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു? തീർന്നു. ഞാൻ ആരുടെ ഒരു സിനിമ സെറ്റ് ഉണ്ടില്ല എന്നറിയാൻ പറ്റും കുട്ടീനോട്. ഞാനില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമയാണ്. ആരും അസിസ്റ്റൻ്റ് ഒന്നും ആയില്ല. ഇല്ല. ഇതേതാ ബാനർ? ഞാൻ ശ്രീകൃഷ്ണ ഫിലിംസ്, എൻ്റെ ബാനറാ. ഈ ബാനർ വേറെ ഏതെങ്കിലും പടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരാളെ ഞാൻ കൺവിൻസ് ചെയ്യുന്ന ഇതിൽ എല്ലാം ഇല്ല എന്നാണ്. ഒരുപാട് ബുദ്ധിമുട്ടില്ല, എന്നാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിൽ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചത്. പക്ഷേ അടുത്ത സിനിമ മുതൽ ഇങ്ങോട്ട് എന്തായി, പിന്നെ ഹലോ സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് സാറേ, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് ഇൻ്റർവ്യൂ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മലയാളി ഹൗസ് 2011 വന്നു, സൂര്യ TV-യുടെ. മലയാളി ഹൗസ് ഞാൻ സ്ഥിരം കാണുന്നിട്ട്, അയ്യോ നിങ്ങൾ ഔട്ടായപ്പോൾ എനിക്ക് വിഷമം തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ സംതിങ്. അതല്ലെങ്കിൽ അവർ പറയും നിങ്ങളെ മറ്റേ സോങ് നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ഈ ആതിരയുടെ മകൾ അഞ്ജലിയൊക്കെ എത്തുമ്പോഴേക്കും എനിക്കൊരു രാജപാതയിലൂടെ, ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഞാൻ പറഞ്ഞത് രാജപാതയിലൂടെ നടക്കുന്നതുകൊണ്ടാണ്. ഇപ്പം നേരെ തിരിച്ചാണ് ഫേസ്ബുക്കിലൊക്കെ സന്തോഷ് സാർ. അപ്പോൾ ഇന്ന് പോലും കുറേ പേര് ഫോട്ടോ ഇട്ട് വന്നിട്ട്, സന്തോഷ് സാറേ എനിക്ക് പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പം നമുക്ക് ഇപ്പം നിലവിലുള്ളതിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതിലേക്ക് എത്തി. അതെ അത് വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ 50 വർഷമായി സിനിമയിലുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ടൊരാൾ വരുമ്പോൾ സത്യമായിട്ടും നിങ്ങളൊരു ഡയറക്ടറാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് പഠിക്കും. കാരണം നമ്മളൊക്കെ പുറമേ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ വർക്കിൽ വന്നൊരു കുട്ടി പറയാം, സാർ എനിക്കൊരു നമ്മളതൊരു പുറമേ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും അപ്പം ഞാൻ എന്നെ സാറെ ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ വിളിച്ച സന്തോഷ് സാറിൻ്റെ കഴിഞ്ഞ സിനിമയിലെ നായികയാണ് കുട്ടി പറയും. എന്നോട് ഫ്രാങ്കായിട്ട് പറയും. ആ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഞാനൊരു ഇതെടുക്കും കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ കുട്ടി മോളെ എങ്ങനെയുണ്ട്, എനിക്ക് സന്തോഷ് സാറിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് സെറ്റൊക്കെ എങ്ങനെയുണ്ട്, ഈ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയുണ്ട്, നമ്മൾ ഈ പുറമേ ഇതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ചോദിച്ചു. എടി നീ നിൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ ഉണ്ടാവും. എന്നോട് പറയാം, നിങ്ങൾ കഴിഞ്ഞ നായിക പറഞ്ഞ വാക്കാ, എടി നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഇയാളെ സിനിമ സെറ്റിൽ. പിന്നെ പോകുമ്പോൾ കുറച്ച് ബുക്കൊക്കെ എടുത്തോട്ടോ, ഞാൻ വെറുപ്പിക്കും 24. കാരണം എൻ്റെ സീനല്ലാത്ത സമയത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുക്ക് എടുത്ത് വരാൻ പറയും. അപ്പം അങ്ങനെ ഒരു അവൻ പറയും. ഞാൻ പറഞ്ഞു ശരിയല്ലേ.
ഒരു ദിവസം 4 സീൻ എടുക്കുന്നെങ്കിൽ 2 സീനിൽ കുട്ടി ഉണ്ടാവും, 2 സീനിൽ കുട്ടി ഇല്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഫേസ്ബുക്ക് ലൈവ്. എനിക്കിതൊക്കെ കാണും. ഞാൻ പറഞ്ഞേ അടുത്ത സീൻ്റെ നോക്കി സന്തോഷേട്ടാ എന്തിനാ പഠിക്കുന്നത്? +2 അല്ലെങ്കിൽ ഡിഗ്രി, അധികം പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഞാൻ പറയും നിങ്ങൾക്ക് ആ ബുക്ക് എന്തെങ്കിലും എടുത്ത് നോക്കിക്കൂടെ, നിനക്ക് ആ സമയത്ത് പ്രൊജക്റ്റ് വാങ്ങിക്കൂടെ? കാരണം ചിലപ്പോൾ 10 മണി രാവിലെ കഴിഞ്ഞാൽ പിന്നെ 4 മണിയായിരിക്കും, ഈ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല. അങ്ങനെ തന്നെ ഈ 10 മുതൽ 4 മണി ഒരു മനുഷ്യൻ വെറുതെ വേണം. ഒരു പെൺകുട്ടീനോട് വെച്ചു, ഈ രാവിലെ സമയത്ത് ആരെയും പഠിക്കുമോ? അവിടെ എന്തേ രാവിലെ പഠിച്ച എന്തേ ആകുമോ വെച്ചു. അതല്ല ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, രാവിലെ പഠിക്കാം, മര്യാദ ഇരുന്ന് പഠിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും ഒരു 10-15 ആളെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ചോദിച്ചാൽ ഒറ്റ സർക്കിൾ, ഞാൻ വരുന്ന നായികയുടെ കൂട്ടുകാരിയായിട്ട് വരുന്നവനായാലും അപ്പം ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ജസ്റ്റ് വരുന്ന ആൾക്കാരായാലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഒരു ടീച്ചിങ് ഉണ്ട് ഫസ്റ്റ്. ഇവിടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അത് ചിലപ്പോൾ നായികയ്ക്ക് 10,000 കൊടുക്കുന്നുണ്ടാവും, ഈ പുതിയ വ്യക്തിക്ക് 1000 500. മനുഷ്യൻ എന്ന രീതിയിൽ ഇവിടെ എല്ലാവരും ഒന്നാണ്. ഞാൻ പ്രതിഫലം കൊടുക്കുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ള ഒരു കാര്യത്തിലും ഡിഫറൻസ് ഇല്ല. എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, പരിഗണന എല്ലാവർക്കും ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനൊരു നായിക, ഞാനിതിലൊരു മെയിൻ വില്ലൻ കഥാപാത്രം, ഇങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും ഒരേപോലെ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലും ഈ ഒരു ഡയലോഗ് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. അല്ല ഓക്ക് ഇങ്ങനെ സാർ ഞാൻ നായിക ആയതുകൊണ്ട് എനിക്ക് വലിയ റൂം തരുമോ, എനിക്ക് AC തരുമോ, ഇങ്ങനെയൊന്നുമില്ല. അവിടെ വരുന്ന എല്ലാവർക്കും ഒരേ സന്തോഷം പണ്ടിട്ടും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വേറെ ഒരു സെറ്റിൽ ചിലപ്പോൾ ഇവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയല്ലല്ലോ വേറെ സെറ്റ് വരുന്നത്, അങ്ങനെ പ്രശ്നമുണ്ട്. അതേപോലെ ആണായാലും പെണ്ണായാലും ഞാൻ പറയുന്നത്, ഇവിടെ വെള്ളടി പുകവലി അങ്ങനത്തെയൊന്നുമില്ല. ഒരു കുട്ടി എന്നോട് പെൺകുട്ടി സന്തോഷമായിട്ട് എന്നെ കണ്ടിട്ട് ഞാൻ വെള്ളം അടിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിന്നോടൊന്നല്ല, ഇവിടെ വരുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും മേക്കപ്പ് മാനോ ക്യാമറമാനോ എല്ലാവരോടും പറയുന്നത് തന്നെയാണ് നിന്നോടും പറഞ്ഞത്. കാരണം എനിക്ക് വെള്ളടിയില്ല. അപ്പോൾ ഈ സ്മെല്ല് സഹിക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അവരെ പൈസയ്ക്കാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ നടക്കൂല. പിന്നെന്താണ്, അവനവൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ പോകണം. അല്ല സാർ ഞാൻ കുറച്ച് നേരം ആണായാലും പെണ്ണായാലും പോകണം. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, സാർ ഞാനിവിടെ നിൽക്കുന്നതിൽ ഇപ്പോൾ സന്തോഷ് സാറിന് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു സന്തോഷ് സാറിന് പ്രശ്നമുണ്ട്. ആൻ ഐഡിൽസ് മൈൻഡ് ഇസ് ഡബിൾസ് വർഷം, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ഒരു മടിയൻ്റെ മനസ്സാണ് ചെകുത്താൻ്റെ പണിപ്പുരയാവുന്നത്. ഈ ലോകത്ത് നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അത്യാവശ്യം അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുവിധം എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. കാരണം ഈ ഉത്തരവാദിത്തം ചെയ്തല്ലേ പറ്റും, മിനിമം ബോധമുള്ളവൻ്റെ കാര്യം പറയും. അതേസമയം നിങ്ങൾ എത്ര പ്രായമുണ്ട്, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, നിങ്ങൾ ഭയങ്കര ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നുക അവിടെ ഒരു ഫിഗർ കുട്ടിയുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റോളുണ്ടല്ലോ, അല്ലെങ്കിൽ ഓനെന്താ നോക്കുന്നത്, നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓളെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വരുന്നത്, മറ്റോൻ്റെ വീട്ടിലേക്ക് ആരാ വരുന്നത്, ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നത് എന്താണ്? നിങ്ങൾക്കൊരു പണി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതേപോലെ ഈ വെറുതെ ഇരിക്കുന്നവൻ എന്തായിരിക്കും ചെയ്യുക? അപ്പോഴായിരിക്കും ഇപ്പോൾ കുട്ടി ഇരിക്കുമ്പോൾ മറ്റവൻ നോക്കുക, ഇവർക്ക് ഇപ്പോൾ ഇവിടെ കൂടെയുള്ള ഒരു വില്ലനായി വരുന്നവനും ഇനി ഇവൾക്കും രണ്ടാക്കും 10 മണിക്ക് കഴിഞ്ഞ് ഇനി 4 മണിക്ക് ഷോട്ടെങ്കിൽ അപ്പോൾ വിചാരിക്കുക ആ കുട്ടീനൊന്ന് പരിചയപ്പെടാം, വേറെ പണിയൊന്നുമില്ലല്ലോ, കുട്ടിക്കും തന്നെ എന്തൊക്കെയുണ്ട് ഏട്ടാ എന്തൊക്കെയില്ല. അപ്പോഴേക്കും പറയാം ഏട്ടാ എനിക്കൊരു ബിരിയാണി വേണമെന്നുണ്ട്, ഈ സന്തോഷം വേണ്ടിയിട്ട് വെറും ചോറും സ്പെഷ്യലാണ് തരുന്നത്, നിങ്ങളൊരു ബിരിയാണി വാങ്ങി തരുമോ? അപ്പോഴേക്കും ഇത് വരുന്ന മോളെ നിങ്ങളെ നമ്പർ ഇതാ, മോനെ നമ്പർ ഇതാ, ഇത് പറഞ്ഞിട്ടേക്കും പിന്നീട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ മോശപ്പെട്ട മെസ്സേജ് അയച്ചു സന്തോഷേട്ടൻ്റെ വില്ലനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു. ഇതിനെക്കാട്ടി നല്ലത് മോളത് കഴിഞ്ഞാൽ മോള് വയ്ക്കൂല, മോൻ്റെ കഴിഞ്ഞാൽ മോൻ വയ്ക്കൂല എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്.